നമസ്കാരം. കണ്ണൂർ സർവകലാശാല 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി BA വിദ്യാർത്ഥികൾക്കുള്ള AIC മലയാളം 2ാം സെമസ്റ്റർ പാഠപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും എന്നത്. ഈ പാഠപുസ്തകത്തിൽ ആത്മകഥാ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ദയാബായിയുടെ പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള പാഠഭാഗം. ദയാബായിയുടെ ആത്മകഥയാണ് പച്ചവിരൽ എന്നുള്ളത്. ആ പച്ചവിരലിലെ ഒരു അധ്യായമാണ് ഈ പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള പാഠഭാഗം. ആ പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യമേ തന്നെ ദയാബായിയെ കുറിച്ചുള്ള ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയും എല്ലാമാണ് ദയാബായി. ദയാബായിയുടെ ഈ ആത്മകഥയാണ് പച്ചവിരൽ എന്നുള്ളത്. ദയാബായിയുടെ ജീവിതത്തെ കുറിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം, 1941 ആണ് ദയാബായി ജനിക്കുന്നത്. പാലായിലാണ് ജന്മദേശം, പാല. 1958 സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കന്യാസ്ത്രീ ആകാൻ വേണ്ടിയിട്ട് ദയാബായി മഠത്തിൽ ചേരുകയാണ്. കന്യാസ്ത്രീ പഠനമൊക്കെ പൂർത്തിയാകുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ദയാബായി അത് ഉപേക്ഷിക്കുന്നുണ്ട്, 1965. പിന്നീട് ബീഹാറിലെ ഗോത്രവർഗ മേഖലയിലെ സ്കൂളിലെ അധ്യാപികയായിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം ദയാബായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം ജബൽപൂരിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതും ഉപേക്ഷിച്ചതിനു ശേഷം 1968 നാട്ടില് ദയാബായി തിരിച്ചെത്തുന്നു. കോഴിക്കോട് മേരിക്കുന്നിലുള്ള ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പരിശീലനം നേടുകയും ചെയ്യുകയാണ്. ആ നഴ്സിംഗ് പരിശീലനത്തിന് ശേഷം ബോംബെയിലേക്ക് പോയിട്ട് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ കേന്ദ്രത്തിൽ സന്നദ്ധ സേവനം നടത്തുകയും ചെയ്യാണ് ദയാബായി. ആ ഒരു സമയത്താണ് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകുന്നത്. അങ്ങനെ 1971 ആ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് യുദ്ധരംഗത്ത് സന്നദ്ധ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ദയാബായി പോവുകയും ചെയ്തു. ആ സേവനത്തിനൊക്കെ ശേഷം 1972 ബോംബെയിൽ തിരിച്ചെത്തി ദയാബായി MSW പഠനത്തിന് വേണ്ടി ചേരുകയാണ്. ഈ പഠനം ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും പഠനം ഉപേക്ഷിച്ച് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ദയാബായി പോവുകയും ചേരിയിൽ താമസിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് 1979 വീണ്ടും ഈ കോളേജിൽ തിരികെ വന്ന് തന്റെ MSW പഠനം ദയാബായി പൂർത്തിയാക്കുകയാണ്. അതിനെ തുടർന്ന് ഈ MSW പഠനത്തിന്റെ പൂർത്തീകരണമായിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് 1980 മധ്യപ്രദേശിലെ ചിന്തുവാഡ ജില്ലയിലെ സുർലാഗാപ്പ എന്ന ഗോത്ര ഗ്രാമത്തിൽ വന്ന് അദ്ദേഹം ഈ ദയാബായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ അവിടെ പ്രവർത്തനം ചെയ്യുന്നതിനിടയിൽ തന്നെ ദയാബായി LLB ഒക്കെ പഠിച്ച് പാസ്സാകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1981 തിൻസൈ എന്ന ഗോത്രവർഗ ഗ്രാമത്തിലെത്തുകയും 1981 മുതൽ 1995 വരെ അവിടെ ദയാബായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഈ 1995 മുതൽ പിന്നീട് ദയാബായി വരുന്നത് ചിന്തുവാഡയിലെ ബറൂൾ എന്ന ഗ്രാമത്തിലെ ജൈവ കൃഷിയുടെയും ജലസംരക്ഷണത്തിന്റെയൊക്കെ പാഠങ്ങൾ ആളുകൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ദയാബായിയെ കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരം ജീവിതത്തെക്കുറിച്ച്. ഇനി ദയാബായിയുടെ നമുക്ക് പഠിക്കാനുള്ള പച്ചവിരൽ എന്ന ആത്മകഥയിലെ ഒരു അധ്യായമായ പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള അധ്യായമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ കാണുന്നത്, ഈ അധ്യായത്തില് പ്രകൃതിക്ക് കൊടുക്കുക എന്ന അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ മധ്യപ്രദേശിലെ ചിന്തുവാഡ ജില്ലയിലെ ബറൂൾ ഗ്രാമത്തിലെ ഗോണ്ടുകൾ എന്ന ആദിവാസി ഗോത്രമുണ്ട്. ആ ഗോണ്ടുകൾ എന്ന ആദിവാസി ഗോത്രത്തോട് ചേർന്ന് നടത്തിയ കൃഷിരീതികളെ കുറിച്ചാണ് പ്രകൃതിക്ക് കൊടുക്കുക എന്ന അധ്യായത്തിൽ ദയാബായി പറയുന്നത്. തുടർന്ന് നമുക്ക് ഈ പാഠഭാഗത്തെ വിശദമായിട്ട് നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ ദയാബായിയുടെ പച്ചവിരൽ എന്ന ആത്മകഥയിലെ 4ാമത്തെ അധ്യായമാണ് പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഇത് ആരംഭിക്കുന്നത് തന്നെ ദയാബായി കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആദിവാസികൾക്കിടയിലുള്ള നീർത്തട സംരക്ഷണ പരമ്പരാഗത രീതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത് കൃഷിക്ക് ഉപകരിക്കുന്ന രീതിയിൽ മണ്ണിനെ ഈർപ്പമുള്ള മണ്ണാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കർണാടക, രാജസ്ഥാനൊക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആദിവാസികൾക്കിടയിൽ നീർത്തട സംരക്ഷണം എന്ന പരമ്പരാഗത രീതികളുണ്ട്. അത് ജലത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു അത്. അതുപോലെ തന്നെ ആ ദേശങ്ങളിലുള്ള, ആ സംസ്ഥാനങ്ങളിലുള്ള ആദിവാസികളൊക്കെ അവരുടെ ബസ്തികൾ എന്ന് വെച്ചാൽ അവരുടെ വീടുകൾ, ഇങ്ങനെ ബസ്തികൾ എന്ന് വെച്ചാൽ ഒരുമിച്ച് പല ആളുകൾ ഒരുമിച്ച് ചെറിയ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുന്നതിനാണ്. ഇങ്ങനെ ബസ്തികൾ രൂപപ്പെടുത്തിയത് ജലത്തിന്റെ ലഭ്യതയുള്ള ഇടം നോക്കിയിട്ടാണ് അവർ ബസ്തികൾ, അവരുടെ താമസ സ്ഥലങ്ങളൊക്കെ രൂപീകരിച്ചത്. പക്ഷെ ചിന്തുവാഡ ജില്ലയിലെ ആദിവാസികൾ ആയ ഗോണ്ടുകൾ എന്ന ആളുകൾ വീടുകൾ വെച്ച് കൂടിയത് ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടൊരു സ്ഥലത്താണ്. അതായത് കുന്നുകളോട് ചേർന്നായിരുന്നു, കുന്നുകളുടെ മുകളിലും കുന്നുകളോടൊക്കെ ചേർന്നായിരുന്നു അവർ വീടുകളൊക്കെ വെച്ചിരുന്നത്. ഇതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത്, കുറെ തലമുറകൾക്ക് മുമ്പ് ഇവരുടെ ഈ ദേശത്ത് ഈ ഗോണ്ടുകൾ എന്നുള്ള ഈ ഗോത്രക്കാര് ജീവിച്ചിരുന്ന സ്ഥലത്ത് വലിയൊരു മഹാമാരി ഉണ്ടാവുകയും ആ മഹാമാരി മാറുന്നതിന് വേണ്ടിയിട്ട് പുരോഹിതൻ നിർദ്ദേശിച്ച് കുന്നിന് മുകളിൽ വീട് വെച്ച് കൂടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അവരുടെ ഇടയിലുള്ള പുരോഹിതൻ. അങ്ങനെയാണ് അവർ പ്രായമായ ആളുകൾ പറയുന്നത് കേട്ട് ഇങ്ങനെ കുന്നിന് മുകളിൽ വീടുകൾ വെച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ ഗോണ്ടുകൾ എന്ന ഈ ഗോത്രവർഗക്കാർക്ക് അവർക്ക്
കിണറുകളൊക്കെ എന്നും വലിയൊരു പൂജനീയമായിട്ടൊരു വസ്തുവായിട്ടാണ് കരുതുന്നത്. അതായത് കുടിവെള്ളത്തിന്റെ ഉറവകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പുഴകളൊക്കെ ആരംഭിക്കുന്ന ഉറവകളും പിന്നെ കിണറുകളൊക്കെ അവർ വളരെയധികം ബഹുമാനിച്ചിരുന്നു, പൂജിക്കുന്ന ഒന്നായിട്ടാണ് അവർ കരുതിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് കൃഷിയിടങ്ങളൊന്നും ഇല്ലായിരുന്നു. കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നുള്ള ഒരു കൃഷി രീതികളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇങ്ങനെ ഈ നീർത്തടങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന രീതികൾ, അതായത് നീർത്തട സംരക്ഷണ പാടങ്ങളും ഒന്നും ഇവർക്ക് ഈ ചിന്തുവാഡ ജില്ലയിലെ ഈ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഈ ആളുകൾക്ക്, അത് ഗോണ്ടുകൾ എന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു. വെള്ളമൊക്കെ തടഞ്ഞു നിർത്തി മണ്ണിനെ ഈർപ്പമുള്ളതാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്നും അന്യമായിട്ട് പോയൊരു കാര്യമായിരുന്നു. അതായത് ഇവർ സമതലത്തിൽ നിന്ന് മാറി താമസം തുടങ്ങിയപ്പോൾ അതൊക്കെ അവരിൽ അന്യമായിട്ട് പോവുകയും കൃഷിരീതികൾ തന്നെ പാടെ മാറിപ്പോവുകയും ചെയ്തു. പിന്നെ അവര് ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞ മയമില്ലാത്ത മണ്ണുകളായിരുന്നു അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു പച്ചപ്പിന്റെ അടയാളം കാണാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് മഹുവ, അച്ചാർ, ചിരോഞ്ചി തുടങ്ങിയ ആ പ്രദേശങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന കുറച്ചു തരം വൃക്ഷങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നും അവിടെ വളരുകയില്ലായിരുന്നു. സസ്യങ്ങളോ ഒന്നും വളരുന്നതായിട്ട് അവിടെ കാണാനും കഴിയില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജൂണിൽ തുടങ്ങുന്ന മഴക്കാലം സെപ്റ്റംബർ വരെ ഒരു 3-3.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഴക്കാലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഇത്രയും മഴ പെയ്തിട്ടും 3.5 മാസത്തോളം മഴ പെയ്തിട്ടും ആ വെള്ളമൊക്കെ അതേപടി തന്നെ കുത്തി ഒഴുകി പോകുകയാണ് പതിവ്. കാരണം അത് ഇങ്ങനെ കുത്തനെ കിടക്കുന്ന ഒരു തരിശു നിലമാണ്. കല്ലും ഈ കട്ടിയായിട്ടുള്ള മണ്ണും നിറഞ്ഞ ഒരു ഇടമാണ്. അതുകൊണ്ട് മണ്ണിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല. വെള്ളം മുഴുവൻ കൊത്തിയൊലിച്ച് പോവുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ തരിശു ഭൂമിയിൽ വെള്ളം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ദയാബായിയുടെ ആദ്യത്തെ പ്രയത്നം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് മണ്ണിൽ ഈർപ്പം കിട്ടാനും വെയിലടിച്ചിട്ട് ഈർപ്പം വറ്റിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട് ആദ്യപടിയായിട്ട് മുളം തൈകൾ ഈ വെച്ചുപിടിപ്പിച്ചു. അതിനുശേഷം ഈ ദയാബായിയുടെ സ്ഥലത്തിന്റെയൊക്കെ ഭൂമിയുടെ 4 വശങ്ങളിലും കുഴികൾ കുത്തി അവിടെ നിന്നെടുത്ത് പൊക്കിയെടുത്ത കല്ലുകൾ കൊണ്ട് 4 അതിരുകളും തിരിച്ച് കയ്യാലകളൊക്കെ വെച്ചു തട്ടുകളാക്കി ഭൂമി നിർത്തുകയും അങ്ങനെ മഴക്കാലത്ത് വെള്ളം ഒഴുകി പോവാതെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന സ്വാഭാവിക മരങ്ങളൊക്കെ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ മരങ്ങളൊക്കെ, ആ മരങ്ങളെയൊക്കെ അവിടെ നിലനിർത്തുകയും ഭൂമിയുടെ പച്ചപ്പ് കാത്തു സൂക്ഷിക്കുകയും മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളത്തെ ഒഴുകിപ്പോകാൻ അനുവദിക്കാതെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ ഭൂമിയെ ക്രമപ്പെടുത്തുകയും ചെയ്തു. ഇനി ആ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് വളക്കൂറ് നഷ്ടപ്പെട്ട ഒരു മണ്ണായിരുന്നു. പക്ഷെ പിന്നീട് ദയാബായിക്ക് കൃഷി ഇറക്കി തുടങ്ങിയപ്പോൾ ഭൂമിയിലെ കളകളൊക്കെ, കൃഷിയിടങ്ങളിലെ കളകളൊക്കെ പറിച്ച് അവിടെ തന്നെ ഇട്ടു. അത് വേറെ ദൂരെയൊന്നും കൊണ്ടുപോയി കളഞ്ഞില്ല. കാരണം അവിടെ തന്നെ ഇട്ട് കഴിയുമ്പോൾ ചീഞ്ഞ് അത് വളമായിട്ട് മാറുകയും ജൈവവളമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ അതിരിലെ ഈ പടർന്നു പിടിക്കുന്ന ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ അതേപോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. കാരണം അവയുടെ വേരുകളൊക്കെ മണ്ണിനെ പിടിച്ചു നിർത്തായിരുന്നു. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിനെ മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരം ഈ വള്ളിച്ചെടികളായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി നേപ്പിയർ ഗ്രാസ്, ജീനി ഗ്രാസ് തുടങ്ങിയ പുല്ലിനങ്ങളൊക്കെ ഈ അതിർത്തികളിൽ നട്ടുപിടിപ്പിക്കുകയും അങ്ങനെ വെള്ളം ഒഴുക്ക്, ഒലിപ്പ് തടയാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കുകയും ചെയ്തു. ഇനി അതോടൊപ്പം തന്നെ ഈ പടർന്നു പിടിക്കുന്ന ചെടികളുടെ കമ്പുകളൊക്കെ കുത്തിപ്പിടിപ്പിച്ചു. ഈ മുളകളൊക്കെ വളർന്നു തുടങ്ങുകയും അങ്ങനെ മുളകളൊക്കെ വളർന്നു തുടങ്ങി കഴിഞ്ഞപ്പം ഇലപ്പടർപ്പുള്ള ചെടികളൊക്കെ അതോടൊപ്പം വളരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ വെള്ളം വീണ് കഴിയുമ്പോൾ, മഴ പെയ്യുന്ന ആ മഴവെള്ളം വീണ് കഴിയുമ്പോൾ അത് ഭൂമിയിൽ തന്നെ നിൽക്കാനും ഒഴുകി പോകാതിരിക്കാനും തുടങ്ങി. അങ്ങനെ മണ്ണ് എപ്പോഴും നല്ല നനവുള്ള മണ്ണുകളാക്കി മാറ്റുകയും ചെയ്തു. ഈ ദയാബായിയുടെ കൃഷി രീതിയുടെ പ്രത്യേകത വെച്ചാൽ കിട്ടുന്നതിൽ നിന്ന്, അതായത് കൃഷിയിടത്തിൽ നമുക്ക് കിട്ടുന്നതിൽ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഭൂമിക്ക് തന്നെ കൃഷിയിടത്തിലേക്ക് തിരികെ കൊടുക്കുക എന്നുള്ളൊരു പോളിസിയായിരുന്നു ദയാബായിക്ക് ഉണ്ടായിരുന്നത്. അതായത് സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളെ ജൈവവളമാക്കി അവിടെയുള്ള ജൈവവളം നമുക്ക് അവിടെ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ദയാബായി ക്രമീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ചും ദയാബായി പറയുന്നുണ്ട്. അതായത് രാസവളം ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച്. ഈ വർഷം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു ചാക്ക് രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുകയും നമ്മൾ 1.5 ചാക്ക് രാസവളം ഉപയോഗിക്കേണ്ട അവസ്ഥയും വരുന്നു. അങ്ങനെ വർഷം കൂടുന്തോറും രാസവളത്തിന്റെയും കീടനാശിനിയുടെയും അളവ് ഈ കർഷകർ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരുന്നു. കാരണം മണ്ണിൽ വളക്കൂറ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ഈ അധ്വാനിച്ച് കിട്ടുന്ന പൈസയുടെ ഭൂരിഭാഗം പണവും ഈ പലിശക്കാർക്ക് ഇവിടെ പറയുന്നത് ബനിയാകൾ എന്നാണ് പറയുന്നത്. ഈ ബനിയാകൾക്ക്, പലിശക്കാർക്ക് കൊടുക്കേണ്ടി വരികയും കർഷകരുടെ ജീവിതം എന്നും കടത്തിൽ മുങ്ങിത്താഴുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണും ദയാബായി അവിടെ ഈ കൃഷിക്ക് പറ്റിയ രീതിയിൽ ഭൂമി തയ്യാറാക്കി. അതിനുശേഷം കൃഷി ജൈവപരമായിട്ടുള്ള ഒരു കർമ്മമാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ജൈവ കൃഷി, രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അപ്പൊ അവിടെ ആദ്യം കൃഷി ചെയ്തത് മക്കയും നെല്ലുമാണ്. ഇങ്ങനെ അതിനുശേഷം നെല്ലൊക്കെ
കൊയ്തെടുത്തതിന് ശേഷം അതിന്റെ തണ്ടും കുറ്റിയും എല്ലാം ഇലകളൊക്കെ മണ്ണിൽ തന്നെ അലിയാൻ വേണ്ടിയിട്ടു. അതൊന്നും വേറെ എവിടെയും കൊണ്ട് കളഞ്ഞില്ല. കാരണം അവിടെ ഇട്ട് അത് ചീഞ്ഞ് അലിഞ്ഞ് മാറിക്കഴിയുമ്പം അത് ജൈവവളമായിട്ട് മാറും. അതുപോലെ തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന സാധാരണ കർഷകർ ഈ ഉണങ്ങിയ വൈക്കോലും ബാക്കി വരുന്ന വസ്തുക്കളൊക്കെ അവിടെ ഇട്ട് കത്തിച്ച് കളയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവര് ദയാബായുടെ നേതൃത്വത്തിലുള്ളവർ അങ്ങനെ ചെയ്തില്ല. എല്ലാം മണ്ണിലേക്ക് തന്നെ ചേർത്തു. ഈ ബാക്കി വരുന്ന ഇലകളും വേസ്റ്റുകളെല്ലാം മണ്ണിൽ തന്നെ ഇട്ട് അലിയിച്ച് അത് വളമാക്കി മാറ്റി. അതോടൊപ്പം പശുക്കളെയൊക്കെ വളർത്തി ചാണകം കൃഷിക്ക് ഉപയോഗിച്ചു. മണ്ണിരകളെ കൊണ്ടുവന്ന് മണ്ണിര കമ്പോസ്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചു. കമ്പോസ്റ്റ് വളമൊക്കെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ ജൈവപരമായിട്ടുള്ള ഒരു കൃഷി രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഇങ്ങനെ ഈ രാസവളങ്ങളിൽ നിന്നൊക്കെ മാറി ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പം ആദ്യത്തെ വർഷങ്ങളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല, ലാഭമൊന്നും കിട്ടിയില്ല. കാരണം നമുക്കറിയാം, രാസവളങ്ങൾ മാത്രം ഉപയോഗിച്ചൊരു നിലത്ത് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മണ്ണിൽ നിന്നും ആദായം പെട്ടെന്ന് ഒത്തിരി ഒന്നും കിട്ടില്ല. പക്ഷെ വർഷം ചെല്ലുന്തോറും ആ മണ്ണിലെ രാസവളത്തിന്റെ കാര്യങ്ങളൊക്കെ പോയി മറിച്ച് ജൈവവളങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അത് വളക്കൂറുള്ള നല്ല മണ്ണായിട്ട് മാറുകയും അതുപോലെ തന്നെ ജലം ആഴ്ന്നിറങ്ങുന്നത് കൊണ്ട് ഈർപ്പമുള്ള മണ്ണായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മണ്ണിന്റെ സ്വാഭാവിക ശേഷി വീണ്ടെടുക്കുകയും നല്ല ഫലങ്ങൾ ആ മണ്ണിൽ ലഭിക്കാനും തുടങ്ങി. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മണ്ണിൽ ജലം ആഴ്ന്നിറങ്ങി അത് ഈർപ്പമുള്ളതായത് കൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ദയാബായിക്ക് തീരുമാനിച്ചു. അങ്ങനെ 4 വർഷക്കാലത്തെ സാവധാനത്തിലുള്ള പരിചരണത്തിലൂടെ അവിടെ ഉണ്ടായിരുന്ന വരണ്ട പാറക്കല്ലുകൾ മാത്രമായിരുന്ന മണ്ണ് മഴവെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഉർവരമായിട്ട് മാറി. ഉർവരം എന്ന് വെച്ചായിട്ട് ഫലഭൂയിഷ്ഠമായി കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണായിട്ട് മാറി. ഇനി അവിടുത്തെ ജലസാന്നിധ്യം അന്വേഷിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഈ സ്ഥാനം കാണുന്ന കിണർ കുഴിക്കാൻ സ്ഥാനം കാണുന്ന രീതിയിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ ദയാബായിയൊക്കെ അവിടെ ജലത്തിന്റെ ഒരു സ്ഥാനം കണ്ടെടുത്തു. അങ്ങനെ ജലമുണ്ടെന്ന് അനുഭവപ്പെട്ട സ്ഥലത്ത് കുഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം ആദ്യ ദിവസം തന്നെ ആ കുഴിച്ച സ്ഥലത്ത് ഉറവ് പൊട്ടി ജലം ഒഴുകാൻ വേണ്ടി തുടങ്ങി. പക്ഷെ പാറ അതുകൊണ്ട് തന്നെ അധികം ആഴത്തിലേക്കൊന്നും കുഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത്യാവശ്യത്തിനുള്ള ജലം അവിടെ നിന്ന് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റി. അടുത്ത വർഷം അതിനടുത്ത് തന്നെ മറ്റൊരു കിണറുണ്ടാക്കി. അതിനുശേഷം വീണ്ടും ഒരു കിണറും കൂടെ ഭൂമിയുടെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് മറ്റൊരു സ്ഥലത്ത് കുഴിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം സുലഭമായിട്ട് അവിടുന്ന് ലഭിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ലഭിക്കാൻ വേണ്ടി കാരണം എന്ന് പറയുന്നത് ഈ ഒഴുകിപ്പോകുന്ന മഴ പെയ്യുമ്പോൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന വെള്ളത്തെ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി നീർത്തടങ്ങൾ കെട്ടാനും പിന്നെ കയ്യാലകൾ ഉണ്ടാക്കാനും കുഴികൾ കുഴിച്ചൊക്കെ മണ്ണൊലിപ്പ് തടയുകയും അവിടെ വെള്ളത്തെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തുകൊണ്ടാണ് അവിടെ ഈർപ്പമുണ്ടാവുകയും കിണർ കുഴിച്ചപ്പം വെള്ളം കിട്ടുകയും ചെയ്തു. അത് കൃഷിക്ക് ഉപയോഗിക്കാനും അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ഈ രാസവളങ്ങളെയും കീടനാശിനികളെയും ഈ പ്ലാസ്റ്റിക്കിനെയും ഡിറ്റർജന്റ് പൗഡറും അതിനെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഈർപ്പമുള്ള നല്ല ജൈവപരമായിട്ടുള്ള ഒരു കൃഷി ഇടമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. ഇന്ന് ആ ഒരു സ്ഥലത്ത് എല്ലാത്തരം വിളവുകളും കൃഷി ചെയ്യാണ് അവര്. അതായത് കളകളും വീഴുന്ന അവിടെ വീഴുന്ന ഓരോ ഇലകളും എല്ലാം അത് വളമാക്കി മാറ്റുകയും അങ്ങനെ തന്നെ എല്ലാ തരം വിഭവങ്ങളും അവിടെ കൃഷി ചെയ്തു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്തെടുക്കാനും തുടങ്ങി അവിടെ. ഇനി അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സീസണിലും, അതായത് ഓരോ സീസൺ ഉണ്ടല്ലോ, ഇപ്പം നല്ല വർഷകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, നല്ല തണുപ്പുള്ള സമയമുണ്ട്. അങ്ങനെ എല്ലാ സീസണുകളിലും എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ ആ മണ്ണിലുണ്ട്. ഒന്നെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ നാരങ്ങ, ചെറുനാരങ്ങ, ചെറി, അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ അവിടെ വിളഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ മുന്തിരിവള്ളികളും മാതള നാരങ്ങയുണ്ട്, സപ്പോട്ട, മാവ്, ഇതൊക്കെയുണ്ട്. പിന്നെ മുളക്, ചീര, തക്കാളി, വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികളും വള്ളികളുണ്ടാകുന്ന കുമ്പളങ്ങ, ചുരയ്ക്ക, മത്തങ്ങ തുടങ്ങിയ എല്ലാത്തരം സാധനങ്ങളും, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം തന്നെ അവര് അവിടെ നട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് മണ്ണ് വളക്കൂറുള്ള മണ്ണായി കഴിഞ്ഞപ്പം ഇതെല്ലാം ഒരു തഴച്ചു വളരാൻ വേണ്ടി തുടങ്ങി. നല്ല ഫലങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഔഷധ ചെടികളും അവിടെ വളർത്താൻ വേണ്ടി തുടങ്ങി. അതുപോലെ ഔഷധ ഗുണമുള്ള ഞവരനെല്ല് അവിടെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കലും ബസുമതി അരി വാങ്ങിക്കഴിഞ്ഞപ്പം അരിയിൽ നിന്ന് പെറുക്കിയെടുത്ത് 7 അരിമണികൾ എടുത്തു വെച്ചുകൊണ്ട് അത് വിതച്ച് അതിൽ നിന്ന് കിട്ടിയ വിത്ത് കൊണ്ട് പിന്നീട് കൃഷി ചെയ്തിപ്പോൾ 5 സെന്റ് സ്ഥലത്ത് ബസുമതി അരി വിതച്ച് കൃഷി ചെയ്തിട്ട് ആ വിത്ത് വിതച്ചിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്തിന് മറ്റൊരു ഭാഗത്ത് സ്വാഭാവികമായിട്ടുള്ള നെൽകൃഷിയുമുണ്ട്. സാധാരണ രീതിയിലുള്ള നെൽകൃഷിയൊക്കെ ഉണ്ട്. പിന്നെ മക്ക, സോയാബീൻ, നിലക്കടല അതൊക്കെ നട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കൃഷിരീതികളും എല്ലാം തന്നെ അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യർക്ക് ആവശ്യമുള്ള ചോളം അവിടെ വിളഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ചന, പട്ടാണി, മസൂർ, ഉഴുന്ന് അതൊക്കെ വിതച്ചിട്ടുണ്ട്. പിന്നെ ചേന, കാച്ചിൽ, ചേമ്പ്, കപ്പ, വാഴ തുടങ്ങിയ വിഭവങ്ങളൊക്കെ ഒത്തിരി അധികമായിട്ട് അവിടെ വളർന്ന് നിൽക്കുന്നുണ്ട്. അവർ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ദയാബായി പറയുന്നൊരു കാര്യമാണ്, അതായത്
ഈ രാസവളത്തിൽ നിന്നും ജൈവവളത്തിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ, രാസവളമൊക്കെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ വേണ്ടത്ര ലാഭമൊന്നും അല്ലെങ്കിൽ വേണ്ടത്ര ഫലങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ജൈവ കൃഷിയിലേക്ക് തിരിയുന്നതിന് ഒരു വൈമുഖ്യമായിരുന്നു, വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറെ പേരെങ്കിലും രക്ഷിച്ച് അവർക്ക് ഈ യൂറിയ തുടങ്ങിയ രാസവളങ്ങൾക്ക് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. അത് തന്നെ വലിയൊരു നേട്ടമായിട്ട് കരുതുന്നതായിട്ടും ദയാബായി പറയുകയാണ്. അതോടൊപ്പം ആ ഗ്രാമത്തിലെ ബാറൂൾ ഗ്രാമത്തിലെ ഗോണ്ടുകൾ എന്ന ആദിവാസി ഗോത്രത്തിലെ ആളുകളുടെ അടുത്ത് എന്നിട്ട് പാട്ടുകളിലൂടെയും നാടകങ്ങളിലൂടെയൊക്കെ ഈ രാസവളം ഉപയോഗിച്ചുള്ള പ്രശ്നത്തെക്കുറിച്ചും ജൈവ കൃഷി രീതി നമ്മൾ തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പാട്ടിലൂടെയും നാടകങ്ങളിലൂടെയൊക്കെ ദയാബായി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഒരു പാട്ട് ഇവിടെ ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പാനി രൊക്കോ മിട്ടി രൊക്കോ ധർത്തി മാങ്കോ ബച്ചായേം പത്തർ ബീനെ മേട്ട് ബാങ് ദേ ചാര ലഗായി ധർത്തി മാങ്കോ ബച്ചായേം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാനി രൊക്കോ എന്ന് വെച്ചാൽ വെള്ളം സംരക്ഷിച്ചു നിർത്തി, മിട്ടി രൊക്കോ എന്ന് വെച്ചാൽ മണ്ണിനെ തടഞ്ഞു നിർത്തി, ധർത്തി മാങ്കോ ബച്ചായേം അതായത് ഭൂമി മാതാവിനെ രക്ഷിക്കൂ, പിന്നെ പത്തർ ബീനെ കല്ലുകൾ പെറുക്കി വെച്ചും, മേട്ട് ബാന്തേ ഭൂമി തിരിച്ചും, ചാര ലഗായെ പുല്ലു വളർത്തിയും, ധർത്തി മാങ്കോ ബച്ചായെ ഭൂമി മാതാവിനെ രക്ഷിക്കൂ അതായത് വെള്ളം സംരക്ഷിച്ച് നിർത്തി, മണ്ണിനെ തടഞ്ഞു നിർത്തി, കല്ലുകളൊക്കെ പെറുക്കി വെച്ച് പുല്ലൊക്കെ വളർത്തിക്കൊണ്ട് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അവബോധം പാട്ടുകളിലൂടെയും നാടകങ്ങളിലൂടെയൊക്കെ ദയാബായി അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നിരവധി ഔഷധ സസ്യങ്ങൾ, അതായത് ആ നാട്ടിലുള്ളതും മറുനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യവേപ്പ്, അതിനു ചുറ്റും പൂക്കൾ നിറഞ്ഞ ചെടികൾ, വള്ളിച്ചെടികളും, ഇങ്ങനെ ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ, മരുന്നിനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ സൗന്ദര്യം കാണാനുള്ള പൂക്കളും ചെടികളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ നട്ടു വളർത്താൻ വേണ്ടിയിട്ട് ദയാബായിക്ക് കഴിഞ്ഞു. അങ്ങനെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കഴിയുകയും ചെയ്തത്. അതുപോലെ തന്നെ അവസാനം ഒരു അനുഭവം കൂടെ പറയുന്നത്, അതായത് ആ ദയാബായിയുടെ സ്ഥലത്തിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞത്, ബഹൻജി നിന്റെ ഭൂമിയുടെ മുന്നിലൂടെ പോകുമ്പോൾ മാത്രം ചൂടുകാലത്തും പ്രത്യേക തണുപ്പാണ് എന്ന് ബറോളി ഗ്രാമത്തിലെ ഗ്രാമീണർ പറയുമെന്ന് ദയാബായിയോട് പറയുകയാണ്. അതായത് അവിടെ സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും ഒരു തണുപ്പ്, ഏത് വേനൽക്കാലത്താണെങ്കിലും ഒരു തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. കാരണം മണ്ണിന് നല്ല ഈർപ്പമുണ്ട്, അതുപോലെ തന്നെ മണ്ണിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന സസ്യങ്ങൾ, ആ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുത്തുകൊണ്ട് ജൈവവളങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് വളർന്നു നിൽക്കുന്ന സസ്യങ്ങൾ, മുളങ്കാടുകളുടെയും ഒക്കെ തണുപ്പ് അവിടെ എന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു തണുപ്പിലേക്ക്, ഈ ഒരു സമ്പത്തിലേക്ക്, അതായത് ധാരാളം ഫലങ്ങൾ കിട്ടുന്നതിലേക്ക്, നല്ലൊരു കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ മണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദയവായി പാഠം അവസാനിപ്പിക്കുകയാണ്. അതായത് ചെയ്തത് ഇത്രമാത്രം, മണ്ണിനെ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്ന ലളിതമായ കാര്യം മാത്രം. അതായത് മനുഷ്യൻ മണ്ണിന്റെ അധികാരിയായിട്ട് മാറാതെ മണ്ണിനെ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുക, അതായത് സ്വാഭാവിക രീതിയിൽ വളങ്ങൾ മണ്ണിൽ ഉണ്ടാകാനും അതിനനുസരിച്ച് സ്വാഭാവിക കൃഷി ചെയ്യാനും മനുഷ്യൻ തയ്യാറായി കഴിയുമ്പോൾ മണ്ണിൽ നിന്ന് ധാരാളം ഫലങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥ നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദയാബായി ഈ 4ാമത്തെ അധ്യായം പച്ചവിരൽ എന്ന ആത്മകഥയിലെ പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ള അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.